ഈ ഇടയ്ക്ക് കണ്ടതിൽ പേട്ട തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാർത്തിക് സുബരാജിന്റെ വർക്കിന് ഇതുവരെ മറികടന്നിട്ടില്ല ലോകേഷ്. പറഞ്ഞ വയലൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വയലൻസ് ഇല്ല. എന്നാലും രജനീകാന്തിൻ്റെ മാസ് അവനെ കൊണ്ട് എത്ര കാണിക്കാൻ പറ്റുമോ അത്രയും ലോകേഷ് അതിൽ കാണിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇൻട്രോ ഒക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച് വരുന്നതിനെക്കാട്ടി ഹൈപ്പ് ഈ പടത്തിന് എന്തായാലും ഉണ്ടാകുന്നുണ്ട്. സെക്കൻഡ് ഹാഫും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിന് ശേഷമാണ് പടം എക്സ്ട്രീമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ലോകേഷിനെ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ വയലൻസ് ഉണ്ടോ? പറഞ്ഞ വയലൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വയലൻസ് ഇല്ല. എന്നാലും രജനീകാന്തിൻ്റെ മാസ് അവനെ കൊണ്ട് എത്ര കാണിക്കാൻ പറ്റുമോ അത്രയും ലോകേഷ് അതിൽ കാണിച്ചിട്ടുണ്ട്. എക്സ്ട്രീമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തന്നെ ഏകദേശം പടം ഫുള്ള് കംപ്ലീറ്റ് കണ്ട പോലെ തന്നെയാണ്. ബാക്കി ഹാഫിന് കൂടെ വെയിറ്റ് ചെയ്യാം. ടൈറ്റിൽ കാർഡ് എങ്ങനെയുണ്ട്? പുതിയ നമ്മുടെ ലിയോയുടെ ടൈറ്റിൽ കാർഡിനെ കടത്തി വിട്ടു. ലിയോയുടെ ടൈറ്റിൽ കാർഡ് അല്ല ഇത്, രജനീകാന്തിൻ്റെ ഒരു വേറൊരു വെർഷൻ പോലെയാണ് ഈ ടൈറ്റിൽ കാർഡ് കാണുകയാണ്. ഇൻട്രോൽ പഞ്ച് ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളത് കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് എന്ന് പറയാം, കുഴപ്പമില്ല. ഒരു എലമെന്റ് പോലെ ഒരു സംഭവം ഉണ്ട് ഇന്റർവെൽ നിൽക്കുമ്പോൾ. അത് അങ്ങോട്ട് എങ്ങനെ വർക്കൗട്ട് ആവുന്ന ഇന്റർവെൽ കഴിയുമ്പോൾ അറിയാം. ചെറിയൊരു പോർഷൻ മാത്രമേ കണ്ടോളൂ. തലവർ കൊള്ളാം. എങ്ങനെയുണ്ട് ബ്രോ? പ്രതീക്ഷിച്ച ഹൈപ്പ് മാസ് വെച്ച് നോക്കിയിട്ട് ഫസ്റ്റ് ഹാഫ് അത്ര വന്നില്ലെന്നാണ്. പേട്ടയിൽ എത്ര വന്നിട്ടില്ല. ഈ ഇടയ്ക്ക് കണ്ടതിൽ പേട്ട തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാർത്തിക് സുബരാജിന്റെ വർക്കിന് ഇതുവരെ മറികടന്നിട്ടില്ല ലോകേഷ് എന്ന് തോന്നുന്നു ഇതുവരെ കണ്ടിട്ട്. അത്രയ്ക്കില്ല, എന്നാലും ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇനി സെക്കൻഡ് ഹാഫിലായിരിക്കും കൂടുതലെന്ന് തോന്നുന്നു. ഇതുവരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അങ്ങനെ. അല്ല, സ്ഥിരം ലോകേഷ് ഇത് തന്നെയാണ്. ഇന്റർവെൽ ഭയങ്കര സംഭവമല്ല. ലിയോയിൽ എത്ര വന്നിട്ടില്ല എങ്കിലും കൊള്ളാം. ലിയോയെ കടത്തി വെട്ടുന്നത് എന്ന് പറയാൻ പറ്റൂല. എന്നാലും ലിയോയെക്കാളും ബെറ്ററാണ്.